വെൽക്കം ബാക്ക് ടു ഡീഡീസ് വേൾഡ്. സോ ഇന്ന് ഞാനൊരു ട്യൂട്ടോറിയൽ ബ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വർക്കിംഗ് പ്രൊഫഷണൽസിനാണെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ലിങ്ക്ഡിൻ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഫോർ ദ ബിഗിനേഴ്സ്. അപ്പോൾ ഈ ലിങ്ക്ഡിൻ എന്താണ്? ഈ ലിങ്ക്ഡിൻ, ഹൗ ക്യാൻ വി യൂസ് ദിസ് ലിങ്ക്ഡിൻ? ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടുമോ? എന്തിനാണ് ഞാൻ ഈ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്? ഇതൊക്കെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ ക്വസ്റ്റ്യൻസും എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സോ വാട്ട് ഈസ് ലിങ്ക്ഡിൻ? എന്താണ് ഈ ലിങ്ക്ഡിൻ? ലിങ്ക്ഡിൻ ഇസ് എ പ്രൊഫഷണൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം. നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് അറിയാമല്ലോ. അതിൽ നമ്മൾ പോസ്റ്റ് ഇടാറുണ്ട്, സ്റ്റോറി ഇടാറുണ്ട്, റീൽസ് ഇടാറുണ്ട്, എല്ലാവരെയും മെൻഷൻ ചെയ്യാറുണ്ട്. നമ്മുടെ ഫോളോവേഴ്സിനെ നമ്മൾ പേഴ്സണലി കണക്ട് ചെയ്യുന്ന ത്രൂ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പേഴ്സണലി ഒരാൾക്ക് നമ്മളെ പറ്റി അറിയണമെങ്കിൽ ത്രൂ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. ബട്ട് അൺലൈക്ക് ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് പ്രൊഫഷണലി നമുക്ക് ഒരാളെ പറ്റി അറിയണമെങ്കിൽ അത് ത്രൂ ലിങ്ക്ഡിൻ ആയിരിക്കും. ഒരാൾ എവിടെയാണ് പഠിച്ചത്, എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രൊഫഷണലി ഒരാൾക്ക് നമ്മളെ പറ്റി അറിയണമെങ്കിൽ അത് ത്രൂ ലിങ്ക്ഡിൻ ആയിരിക്കും. അതിലൂടെ നമുക്ക് ഒത്തിരി കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ബൈ ദിസ് വി ക്യാൻ ക്രിയേറ്റ് എ ജോബ് ഓപ്പർച്യൂണിറ്റി. എന്തിന് ഞാൻ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്? മെയിൻ 3 റീസൺസ് ആണ്: ടു ഫൈൻഡ് എ ജോബ്, പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ആൻഡ് ബിസിനസ് ഗ്രോത്ത്. ടു ഫൈൻഡ് എ ജോബ് എന്ന് പറയുന്ന ആ സ്റ്റുഡൻസ് നമ്മൾ ഇനി പാസ് ഔട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ജോലി വേണം. സോ നമ്മൾ പഠിച്ച കോഴ്സും എന്തൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ സ്കില്ലും കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരും. അതിലൂടെ നിങ്ങൾക്ക് ആ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഫർദർ പ്രൊസീഡിങ്സ് ത്രൂ ലിങ്ക്ഡിൻ ആയിരിക്കും നടക്കുന്നത്. ബിസിനസ് ഗ്രോത്ത് ഓൾറെഡി ഒരാൾ നല്ലൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഹി ഷുഡ് ഗെറ്റ് മോർ കണക്ഷൻസ്, റൈറ്റ്? സോ അതും ഈ ലിങ്ക്ഡിനിലൂടെ ഹെൽപ്പ് ചെയ്യും. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്, ഈ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് നമുക്കിപ്പോൾ ഒരു PR ഫീൽഡിലാണ് പോകാനൊരു ഇൻട്രസ്റ്റ്. സോ നമ്മളൊരു PR ഇൻഡസ്ട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു PR റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കണക്ഷൻസും നിങ്ങൾക്ക് കിട്ടും. സോ ഇതൊക്കെയാണ് ബേസിക് ലിങ്ക്ഡിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. സോ ഇനി എങ്ങനെ ഈ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. സോ ഫോർ ബിഗിനേഴ്സ് എങ്ങനെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പ്രൊഫൈൽ പിക്ചറാണ്. പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ വാട്സപ്പ് DPയിലോ അല്ലാതെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പിക്ചറായിട്ട് യൂസ് ചെയ്യുന്നതല്ല. സെൽഫി മോഡൽ എടുത്തൊന്നും പറ്റത്തില്ല. അല്ലാതെ പ്രൊഫഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാനായിട്ട് അതായിരിക്കും ബെറ്റർ. അപ്പം അങ്ങനത്തെ പ്രൊഫൈൽ പിക്ചർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ മോസ്റ്റ്ലി നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് പീപ്പിളിന് നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് ഒരു ഇൻഫർമേഷൻ വേണം. സോ നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ IDs കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇറ്റ് വിൽ ബിൽഡ് മോർ കണക്ഷൻസ്. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ വരുന്നതാണ് ഇൻട്രോ. നമ്മുടെ നെയിം കൊടുക്കണം, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. അത് കഴിഞ്ഞ് വരുന്നതാണ് കറണ്ട് പൊസിഷൻ, ഹെഡ്ലൈൻ്റെ അവിടെ ഇപ്പം നിങ്ങൾ എന്താണോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സിങ് മൈ MA കമ്മ്യൂണിക്കേഷൻ മീഡിയ സ്റ്റഡീസ് അറ്റ് മരിയൻ കോളേജ് കുട്ടിക്കാനം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് അത് എന്ത് റോളാണ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറോ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആണെങ്കിൽ എവിടെയാണോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് അതും വെച്ചിട്ട് നിങ്ങൾക്ക് ഹെഡ്ലൈൻ കൊടുക്കാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഫോർ സ്റ്റുഡൻസ് ബേസിക്കലി നിങ്ങളുടെ എന്താണോ പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളത് ഹെഡ്ലൈനിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ദെൻ കറണ്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് തന്നെയാണ്, സ്റ്റുഡൻറ്റ് അറ്റ് മരിയൻ കോളേജ്, യെസ് അത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഷോ കറണ്ട് കമ്പനി ഇൻ മൈ ഇൻട്രോ എന്ന് പറയുമ്പം നമുക്ക് ആ പ്രൊഫൈലിൻ്റെ ആ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് ഈ ഒരു കറണ്ട് പൊസിഷനും ഈ ഹെഡ്ലൈനൊക്കെ വിസിബിൾ ആയിരിക്കും. അതല്ല നിങ്ങൾക്കത് കാണിക്കേണ്ടെന്നാണെങ്കിൽ ഈ ബട്ടൺ ഓഫ് ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഉള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ എവിടെയൊക്കെ പഠിച്ചു,
എവിടെയാണ് പഠിച്ചത്, സ്കൂൾ എവിടെയായിരുന്നു, യു ജി എവിടെയായിരുന്നു, ഇഫ് യു ആർ എ പി ജി ദെൻ യു ജി എവിടെയാണ്, പി ജി എവിടെയാണ്, പി എച്ച് ഡി ചെയ്യുന്നതെങ്കിൽ യു ജി പി ജി ഒക്കെ എവിടെയാണ് ചെയ്തതെന്നുള്ള എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ് കൊടുക്കാനാണ് നമ്മളിവിടെ എഡ്യൂക്കേഷൻ ആഡ് ചെയ്തേക്കുന്നത്. ആഡ് ന്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ സ്കൂളിലെ കാര്യങ്ങളും എക്സ്ട്രാ എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞുള്ളതാണ് കോണ്ടാക്റ്റ് ഇൻഫോ. ഇവിടെ നമ്മൾ എഡിറ്റ് കോണ്ടാക്റ്റ് ഇൻഫോ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ പ്രൊഫൈൽ URL ഈ ഒരു ലിങ്ക് ആയിരിക്കും നമ്മൾ റെസ്യൂമേലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി എത്ര ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതായിരിക്കത്തില്ല ചോദ്യം, ലിങ്ക്ഡിനിൽ എത്ര കണക്ഷൻസ് ഉണ്ടെന്നായിരിക്കും ഇനി ചോദിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ പ്രൊഫഷണൽ ആപ്പ്. ഒരു ജോബിനൊക്കെ ഇതായിരിക്കും യൂസ്ഫുൾ. അപ്പം നിങ്ങൾ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രൊഫൈൽ URL എന്ന് പറയുമ്പം ലിങ്ക്ഡിനിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു URL ആണ് ഇത്. ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്തതാണ്. ഇവിടെ എഡിറ്റിംഗ് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു നെയിം ആൻഡ് നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് സിമ്പിളായിട്ടോ ഷോർട്ടായിട്ടോ ആക്കാവുന്നതാണ് നിങ്ങൾക്ക്. ദെൻ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. ദെൻ കംസ് ടു അത് കഴിഞ്ഞ് ആഡ് സെക്ഷൻ. സോ ഇവിടെയാണ് ആഡ് ടു പ്രൊഫൈലിൽ ആഡ് എഡ്യൂക്കേഷൻ നമ്മളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം. ആഡ് പൊസിഷൻ അതും അത് തന്നെയാണ്. ഇഫ് യു ഹാവ് എനി ഡൺ എക്സ്പീരിയൻസസ്, ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ 1 month or 2 month ഇൻറ്റേൺഷിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി അതെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൽ ഷോ മൈ ലുക്ക് എക്സ്പീരിയൻസ്, പബ്ലിക് റിലേഷൻസ് ഇൻറ്റേൺ, പിന്നെ കണ്ടൻറ് റൈറ്റർ, കമ്മ്യൂണിക്കേഷൻ മന്ത്ര, പിന്നെ എഡ്യൂക്കേഷൻ മരിയൻ കോളേജ് UG. സോ ഇത് ഓൾറെഡി എൻ്റെ അപ്ഡേറ്റഡ് ആണ്. സോ ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ അക്കൗണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദെൻ അത് കഴിഞ്ഞുള്ളതാണ് റെക്കമെൻഡഡിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫീച്ചേർഡ്. ഇവിടെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഫ് യു ഹാവ് എ ബ്ലോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി എഴുതി കണ്ടൻറ്റ് ഇടുന്നവരാണെങ്കിൽ ആ ബ്ലോഗിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഓർ എനിത്തിങ് യു ഹാവ് അച്ചീവ്ഡ് എനിത്തിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു കോളേജിലെ ന്യൂസ് റീഡിങ് ലിങ്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. സോ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്കും അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വൺ ഓഫ് ദ മെയിൻ തിങ് ആണ് ഈ ആഡ് ഫീച്ചർഡ് എന്നുള്ളതിൽ അത് ചെയ്യേണ്ടത്. പിന്നെ വരുന്നതാണ് പോസ്റ്റ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണോ പോസ്റ്റ് ഇടുന്നത് അതും ഇതുപോലെ തന്നെയാണ് ഈ ലിങ്ക്ഡിനിൽ വരുമ്പോഴും നമുക്ക് പോസ്റ്റ് ഇടാവുന്നത്. സോ നമുക്ക് ഇവിടെ പോസ്റ്റ് ഇടാം. ഫോർ എക്സാമ്പിൾ പോസ്റ്റിൽ നമുക്ക് ഇമേജസിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റാദർ ദാൻ കണ്ടൻറ്റിലാണ് നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ഇതുപോലെ എഴുതി ഇതിലും നമുക്ക് ആൾക്കാരെ ടാഗ് ചെയ്യാം, അവരത് റീപോസ്റ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇങ്ങനത്തെ ഓപ്ഷൻസും ഇതിലുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പിക്ചേഴ്സും ആഡ് ചെയ്യാം ഡെഫിനറ്റ്ലി. ബട്ട് എന്നാലും മോർ ഇമ്പോർട്ടൻറ്റ് പിക്ചേഴ്സ് ഇവിടെ നമുക്ക് വാല്യൂ തരുന്നത് ഈ ഒരു കണ്ടൻറ്റിനാണ്. സോ മാക്സിമം നിങ്ങളുടെ കണ്ടൻറ്റ് അത്രയ്ക്കും വാല്യൂബിൾ ആൻഡ് ഇൻഫർമേഷണൽ ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം എൻ്റെ പോസ്റ്റ് ആക്ച്വലി കുറച്ച് പോസ്റ്റേ ഉള്ളൂ, വലിയ പോസ്റ്റൊന്നുമില്ല. ഞാനും റീസെൻ്റ്ലിയാണ് എൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് തുടങ്ങിയത്. സോ ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് പേരെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോഴായിരുന്നു. സോ ഐ ഹാവ് ടാഗ്ഡ് മെനി മെമ്പേഴ്സ് ഹിയർ. അപ്പം ഇതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. പോസ്റ്റും അത്യാവശ്യം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രൊഫഷണലി അപ്ഡേറ്റഡ് ആയിരിക്കണം. ഡെയിലി പോസ്റ്റ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വിച്ച് മീൻസ് യു ആർ അലൈവ്, നിങ്ങൾ ആക്റ്റീവ് ആണെന്ന് ആൾക്കാർക്ക് തോന്നാൻ വേണ്ടിയാണ് നമ്മൾ പോസ്റ്റ് ഇടുന്നത്. ദെൻ കംസ് ടു പോസ്റ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കണക്ട് പീപ്പിൾ. യു ഹാവ് ടു കണക്ട് പീപ്പിൾ. പിന്നെ ഈ പോസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കിത് സെയിം തന്നെ റീപോസ്റ്റും ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു റീപോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് നമുക്കെടുത്തിട്ട് റീപോസ്റ്റും ചെയ്യാം. സോ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ
ബേസിക് സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വേറെ വളരെ ബേസിക് സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഫോർ എ സ്റ്റുഡൻറ്റ് ഹു ആർ ലുക്കിംഗ് ഫോർ എ ജോബ് ഇത് ഓക്കെ ആയിരിക്കും. പിന്നെ ആക്ച്വലി ഞാനും ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ടാണ് ലിങ്ക്ഡിൻ അക്കൗണ്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. സോ ഐ എം നോട്ട് ദാറ്റ് മച്ച് അവെയർ. എന്നാലും ഫോർ ബേസിക് സാധനങ്ങളെല്ലാം ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൗ ടു യൂസ് ലിങ്ക്ഡിൻ എന്നുള്ളത് ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദാറ്റ് തിങ്സ്. ഇത് വളരെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫോർ ദ ബിഗിനേഴ്സിന് വേണ്ടിയായിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്. നിങ്ങൾ ഇതുവരെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഗോ ആൻഡ് അപ്ഡേറ്റ് യുവർ ലിങ്ക്ഡിൻ ആൻഡ് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്. വൈ ഷുഡ് യു വേസ്റ്റ് യുവർ ടൈം? സോ ഈ വീഡിയോ ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. So don't forget to like, share and subscribe to my YouTube channel. Bye bye.